ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ബീഫ് സൺഡേ മെനു എന്ന് പറയുന്നത് ബീഫിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ്. അതിന് ഞാനൊരു 3/4 കിലോ ബീഫൊക്കെ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനാവശ്യമുള്ള ഒരു മസാല ഞാൻ നമ്മുടെ പെരിഞ്ജീരകവും കറുവാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളകാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ട് പൊടിക്കുക. ഫൈനായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മുടെ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി പിടിപ്പിച്ച് അതിനൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ നമ്മുടെ ഈ ഒരു ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബീഫിനെ അതിനകത്തിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഡ്രൈ ആക്കുക, മാക്സിമം ഡ്രൈ ആക്കാൻ പറ്റുന്നത്രയും ഡ്രൈ ആക്കുക. ഡ്രൈ ആക്കുന്നതനുസരിച്ച് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കുറച്ച് ഗ്രേവി ഇങ്ങനെ ആയി വരുന്നൊരു ടൈമുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബീഫിനെ അതിൽ നിന്ന് മൊത്തത്തിലേ അങ്ങ് മാറ്റാം. മൊത്തത്തിൽ മാറ്റിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം, ഒരുപാട് വേണ്ട, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുക്കർ നന്നായിട്ട് അടച്ചൊരു 6-7 വിസിൽ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കണം. ഏകദേശം എനിക്ക് 6-7 വിസിലൊക്കെ ആയപ്പോൾ എൻ്റെ ബീഫ് വെന്ത് കിട്ടിയായിരുന്നു എനിക്ക്. അതിന് പിന്നെ നമുക്കൊരു പാത്രം എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് വഴറ്റി കിട്ടും. അങ്ങനെ അതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബീഫ് മാറ്റി വെച്ച ഗ്രേവി അവിടെ ഉണ്ടല്ലോ, ആ ഗ്രേവി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും അപ്പോൾ ആ ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഗ്രേവി ഇട്ട് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മുടെ ബീഫ് വെന്ത് സെറ്റായിട്ടിരിപ്പുണ്ടായിരിക്കും. ആ ബീഫ് ഇതിനകത്തൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വരട്ടുക. അങ്ങനെ വരട്ടി ഞാൻ ഈ കാണിക്കുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കണം, വരട്ടി വരട്ടി. അല്ല, സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ മക്കളെ, ഒന്ന് ചെയ്ത് നോക്ക്. അടിപൊളി ബീഫാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് അയില കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെ ഞാനൊന്ന് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, പുതിനയില, മല്ലിയില, ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ഫൈൻ പേസ്റ്റാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റാക്കണം. എന്നിട്ട് വേണം അരയ്ക്കാൻ. എന്നിട്ട് നമ്മുടെ ഈ അയിലേനെ പച്ച പതപ്പിക്കുന്ന കണക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോഴാണ് ഓർത്തത് കോൺഫ്ലോർ ചേർത്തില്ലല്ലോ എന്ന്. അപ്പം പിന്നെ ഒന്നും ഓർത്തില്ല, നേരെ കോൺഫ്ലോർ എടുത്ത് അതിൻ്റെ മുതുകത്തോട്ട് തട്ടി കൊടുത്തു. എന്നിട്ട് ഒരു പാൻ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ അയിലേനെ അങ്ങനെ വറുത്തെടുത്ത് നല്ല മുരിച്ചെടുത്ത് ഞാൻ ഈ മദേഴ്സ് റെസിപ്പിയുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു എന്ന് പറയുന്നത് എനിക്ക് സോയ അയിലക്കറി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാർ, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ്, പിന്നെ ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അയില ഫ്രൈ. ഇതായിരുന്നു ഇന്നത്തെ മെനു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.